ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്രിട്ടോ സജസ്റ്റ് ചെയ്ത പലതരത്തിലുള്ള സോഷ്യൽ ആക്ഷൻ മോഡൽസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതില് പ്രധാനമായിട്ടും അതിന്റെ എല്ലാം ഏകദേശം ഒരേ രീതിയിലായിരുന്നെങ്കിലും അത് പല അപ്രോച്ചുകളും പല പെർസ്പെക്റ്റീവാണ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഐഡിയോളജി ബേസ് ആയിട്ടുള്ള വേറെ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. കൺസെപ്ഷൻ ഓഫ് സൊസൈറ്റി എങ്ങനെയാണ് ഇത് എടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതുണ്ടായിരുന്നു. പിന്നെ ഇത് എൽറ്റിസിറ്റ്, അതായത് ഇതിനെ സോഷ്യൽ ആക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ആൾക്കാർ, അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇനീഷ്യേറ്റ് ചെയ്ത ആൾക്കാരുടെ പല പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. പിന്നെ റോൾ ഓഫ് സൊസൈറ്റിയുടെ എങ്ങനെ ഇതിനെ ടേക്കപ്പ് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് പല ആസ്പെക്റ്റിലായിരുന്നു, പല പെർസ്പെക്റ്റീവിലാണ് ഈ ബ്രിട്ടോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള സോഷ്യൽ ആക്ഷൻ മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സോഷ്യൽ ആക്ഷൻ മോഡൽ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഗാന്ധിയൻ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ഓഫ് അല്ലെങ്കിൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനെ നമുക്ക് ആദ്യമേ കാണാം. അപ്പൊ അത് നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് സംതിങ് വിച്ച് കണക്ട്സ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് യെസ് അത് തന്നെ. അപ്പൊ അതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡലിൽ തന്നെ രണ്ട് തരത്തില് ഇതിനെ നമുക്ക് നോക്കിക്കാണാം. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പല തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പെർസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സ്റ്റേറ്റ് ആണ്, അതായത് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ്, നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മുടെ സ്റ്റേറ്റിനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതൊരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആവാം, സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്, വെദർ ഇറ്റ് ബി എയ്ഡഡ് ഓർ അൺഎയ്ഡഡ്. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് നമ്മൾ ഇവിടെ സോഷ്യൽ ആക്ഷനിൽ അർത്ഥമാക്കുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനിൽ തന്നെ ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരാം. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന ആരാണോ അവര് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ആൾക്കാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ നീഡി ആയിട്ടുള്ള ആൾക്കാരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ഒരു അപ്രോച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പാർലമെന്ററി ആയിരിക്കും, റെപ്രസെന്റേഷണൽ ആയിരിക്കും. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ബ്യൂറോക്രാറ്റിക് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ, അതായത് സ്റ്റേറ്റ് മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ആണ് ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇതിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വിത്ത് ഓർ വിത്തൗട്ട് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു നമ്മുടെ സൊസൈറ്റിയിലുള്ള എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഇതില്. അപ്പൊ അവര് ഈ സോഷ്യൽ ആക്ഷനിലേക്ക് വരുന്നു. അപ്പൊ ഇതിൽ നമുക്കൊരു ഉദാഹരണം വേണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു അർബൻ സെറ്റിങ്ങില് കുറെ ആൾക്കാർ, കുറെ പുറത്തുനിന്ന് വന്ന് കുറെ അവിടുന്ന് മൂവ് ചെയ്ത് വന്ന് കുറെ മൈഗ്രൻസ് താമസിക്കുന്നു, അൺഓതറൈസ്ഡ് ആയിട്ട് താമസിക്കുന്നു. പക്ഷെ ഗവൺമെന്റ് അവരുടെ ഇത് മനസ്സിലാക്കി, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് ഒരുപക്ഷെ അവർ താമസിക്കുന്ന സ്ഥലത്ത് നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കുന്നു, നല്ല സ്വീവേജ് സിസ്റ്റം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ലേറ്റർ അത് ഒരു പോളിസി ലെവലിലേക്ക് വരുന്നു. ഇതിന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാവുന്നതിനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിലായിരിക്കും, ഒരു എന്താ പറയുക ലെജിസ്ലേഷൻ ഫ്രെയിം വർക്കിലായിരിക്കും, അതിലൊരു ലോയുടെ ഫ്രെയിം വർക്കിലായിരിക്കും ഇതിന്റെ ആക്ടിവിറ്റീസ് സോഷ്യൽ ആക്ഷൻ മൊത്തം നടന്നു പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അടുത്ത എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഷ്യൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ. അതായത് ഒരു ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആൾക്കാർക്ക് ബേസ് ആയിട്ട് നീഡി കുറെ ആൾക്കാരുണ്ടാവും. NGOs, അതായത് ബി എയ്ഡഡ് ഓർ അൺഎയ്ഡഡ് NGOs ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഒരുപക്ഷെ ആദ്യം എന്താ പറയുക എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷെ ലേറ്റ്ലി ഇതിന്റെ ഇംപ്രൂവ്മെന്റിനനുസരിച്ച് ഇതിൽ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ ഈ സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റിലേക്ക് ചേരുന്നു. അങ്ങനെ അത് ലാർജ് സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ചിലപ്പോൾ പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലേക്ക് അത് വരൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക സിസ്റ്റമാറ്റിക് വേയിലേക്ക് ഇത് മാറുന്നു. അപ്പൊ ഇതാണ്
ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയും. ഇൻസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് എംഫസിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പീപ്പിളിന്റെ വെൽഫെയർ ആണ് ഈ വരുന്ന ഓർഗനൈസേഷൻസ്, ഈ നോൺ ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അവരുടെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത്, അതിൽ അവർ എംഫസിസ് ചെയ്യുന്നത് വെൽഫെയർ ആണ്, ആൾക്കാരുടെ വെൽഫെയർ ആണ് ഇത് എംഫസിസ് ചെയ്യുന്നത്. അപ്പോ ഒരുപക്ഷെ ഇതിന് തുടക്കത്തിൽ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം പിന്നീട് അതിൽ എഫക്ട് ചെയ്ത ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി ഇത് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇത് ഞാൻ നേരത്തെ സോഷ്യൽ സ്റ്റേറ്റ് മോഡൽ ഓഫ് ആക്ഷൻ, സോഷ്യൽ സ്റ്റേറ്റ് സോഷ്യൽ ആക്ഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്തുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ ഫ്രെയിംവർക്കിലായിരിക്കും ഈ NGOs അല്ലെങ്കിൽ ഈ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഇവരുടെ നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ അത് നമുക്കൊരു വ്യക്തമായൊരു വേറൊരു ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഉദാഹരണങ്ങളുടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബാക്ക്വേർഡ്, എക്കണോമിക് ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് പോവുക. അപ്പൊ അതിൽ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം അറിയില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അവിടുത്തെ കുട്ടികൾ ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവർ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ സ്കൂളിലേക്ക് പഠിത്തത്തിലേക്ക് തിരിച്ചു വിടുന്നില്ല, അല്ലെങ്കിൽ അവരെ പണിയാൻ വിടുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികളെ പഠിക്കാനായിട്ട് വിടുന്നില്ല. അപ്പോൾ ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞിട്ട് നേരെ പഠിക്കാൻ വിടാണ്ടിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ഈ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, NGOs എന്ന് നമ്മൾ പറയുന്ന നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അവിടെ ഇന്റർവ്യൂൻ ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രോഗ്രാമുകൾ ചെയ്യുകയും അവരെ കോൺഷ്യസ് ആയിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്തതിലൂടെ അവർക്ക് വീണ്ടും പഠനത്തിലേക്ക് കൊണ്ടുവരുന്ന കമ്മ്യൂണിറ്റി മൊത്തം എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അവരങ്ങനെ അവയർനെസ് കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യും. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഷ്യൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനിലെ ഒരു എക്സാമ്പിൾ, മനസ്സിലാക്കാൻ എളുപ്പത്തിനുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ്. ഇത് തൊട്ട് മുമ്പ് നമ്മൾ ഡീൽ ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഷ്യൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ, ഇത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ. ഇവിടെ ഹിയർ എ സിറ്റിസൺ ഓർ എ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എലൈറ്റ്സ് ഓർ എൽറ്റിസിറ്റ് അല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ദേ സ്റ്റാർട്ട് എ സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ദ പ്രോഗ്രസ്, ആ മൂവ്മെന്റ് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനുമായിട്ട് അവർ ടൈപ്പ് ചെയ്യുന്നു. ഹു വർക്ക്സ് ഫോർ ദ സെയിം കോസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന വേറൊരു ഓർഗനൈസേഷനുമായിട്ട് അവർ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ മൂവ്മെന്റ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ലേറ്റർ അവർക്ക് വേണമെങ്കിൽ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യും ഈ സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റ്, അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അവെയർ ആയിട്ടൊരു ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ബേസ് കൊണ്ടുള്ള ഒരു പവർ പീപ്പിൾ ആയിട്ട് അവർ നിലകൊള്ളും. അപ്പോൾ അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നു. ഈ ഒരു സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ നേച്ചർ എന്ന് പറയുന്നത് പക്ക കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിരിക്കും, ഓർ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിരിക്കും. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനും മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനിൽ ആൾക്കാർ ആദ്യം അല്ലെങ്കിൽ ബെനിഫിഷ്യറീസ് സിറ്റിസൺ ആവാം, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം, എൽറ്റിസിറ്റ് ആയിരിക്കാം, ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇവരൊരുമിച്ച് കൂടി ഒരു സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റ് ഫോം ചെയ്യുന്നു. അതിലേക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സപ്പോർട്ട് അവർ തേടുന്നു. അതിന് മുമ്പ് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഷ്യൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനിൽ അങ്ങനെയല്ല. ആദ്യം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്
ഈ ഡിപ്രൈവ്ഡ് ആയിട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നു. അവരുടെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത് വെൽഫെയർ ആണ്. അങ്ങനെ വെൽഫെയർ പ്രൈം കൺസേൺ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനിഷ്യേറ്റ് ചെയ്തതിനു ശേഷം ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ അവരോട് ചേർന്നിട്ട് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് ചേർന്നിട്ട് അവരിലൂടെ സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റ് ചെയ്യുന്നു. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നല്ല ഒരു ഉദാഹരണം പറയാം. ഇതിപ്പോ നമ്മുടെ ഒരു വർക്കിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറെ ആൾക്കാർ, കുറച്ച് എൽഡേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് സംസാരിക്കാനും അവരുടെ ഹെൽത്തി വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അവർക്കൊരു ആവശ്യമുണ്ട്. കോമൺ ആയിട്ട് ഒരു സ്പേസ് വേണമെന്ന് പറയുന്നു. അപ്പൊ ആദ്യം അവിടുത്തെ സ്പേസ് വേണമെന്ന് പറഞ്ഞ പക്ഷെ കിട്ടുന്നില്ല. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു, അവരെല്ലാവരും കൂടെ അവിടെയുള്ള എല്ലാ ജനങ്ങളും കൂടെ കൂട്ടും, അല്ലെങ്കിൽ 65 വയസ്സായിട്ടുള്ള എല്ലാവരും, റിട്ടയർഡ് ആയിട്ടുള്ള എല്ലാവരും, അല്ലെങ്കിൽ ആ ഏജിന് മുകളിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്യുന്നു. അവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മൂവ്മെന്റ് അവർ ഫോം ചെയ്യുന്നു. അവിടെ ആ മൂവ്മെന്റ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ഇവർ വേറൊരു NGO ആയിട്ട് സമീപിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റ് ഞങ്ങൾ ചെയ്യണം, അതിനു വേണ്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു NGO-നെ അവർ സമീപിക്കുന്നു. ഇതാണ് എന്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനിൽ സംഭവിക്കുന്നത്. അപ്പൊ അടുത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത് പോപ്പുലിസ്റ്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ്. നമ്മള് ടഗ് ഓഫ് വാർ എല്ലാവർക്കും അറിയാം, വടംവലിയുടെ പ്രത്യേകത എന്താണ്? വടംവലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുമിച്ച് ഒറ്റക്കെട്ടായി വലിക്കുമ്പോൾ മാത്രമാണ് ടഗ് ഓഫ് വാറിൽ നമുക്ക് വിജയിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വിജയിക്കുള്ളൂ നമ്മൾ, അല്ലെ? ഇവിടെ അത് തന്നെയാണ്. ഈ പോപ്പുലിസ്റ്റ് മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനിൽ കംപ്ലീറ്റ്ലി റിലൈസ് ഓൺ ദ സോഷ്യൽ ബേസ് ആൻഡ് പവർ. ഒരുമിച്ച് കൂടിയ മൊബിലൈസ് ആയിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ സോഷ്യൽ ആക്ഷൻ മോഡലിന് ശക്തി ഉണ്ടാവും. അതായത് ഇവിടെ ഈ പോപ്പുലിസ്റ്റ് മോഡലിൽ ഇവിടെ നമ്മൾ ക്ലയൻസിന് അല്ലെങ്കിൽ നമ്മുടെ നീഡി ആയിട്ടുള്ള ആൾക്കാരെ ഡിപ്പെൻഡൻസി മാറ്റുകയാണ്. ഇത് സ്ട്രെസ് ചെയ്യുന്നത് അവരുടെ സെൽഫ് റിലയന്റ് ആണ്, സെൽഫ് സഫിഷ്യൻസി ഉയർത്തിക്കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റ് ഇവരുടെ സെൽഫ് സഫിഷ്യൻസി ഉയർത്തുകയാണ്. എങ്ങനെ? ത്രൂ കളക്റ്റീവ് എഫേർട്ട്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ത്രൂ എഡ്യൂക്കേഷൻ. ഈ 3 പ്രവൃത്തിയിലൂടെ ഈ മീഡിയായിട്ടുള്ള ആൾക്കാരുടെ സെൽഫ് സഫിഷ്യൻസി ഉയർത്തിക്കൊണ്ടുവരികയാണ് ഈ പോപ്പുലിസ്റ്റ് മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഇതിന് വേറെ പ്രത്യേകതകളുണ്ട്. അതായത് ഇവിടെ ഈ സോഷ്യൽ ആക്ഷൻ ഈ മൂവ്മെന്റിൽ ഇവര് ഒരുമിച്ച് ഡിസൈഡ് ചെയ്യുന്നു, ഒരുമിച്ച് തിങ്ക് ചെയ്യുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഇവർ പരസ്പരം ഇവർക്ക് ആവശ്യമുള്ള ഹെൽപ്സ് അതിൽ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഒരു സ്ട്രോങ് സോഷ്യൽ ബേസ് ആയിട്ട് ഇവർ മാറുകയാണ്. അങ്ങനെ സ്ട്രോങ് സോഷ്യൽ ബേസ് ആയിട്ട് ഇവർ മാറി ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. ഈ 3 പ്രവർത്തനങ്ങളിലൂടെ, ഈ 3 ഘട്ടങ്ങളിലൂടെയും കടന്ന് ഇവരൊരു സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റ് ഫോം ചെയ്യുകയാണ്. ഇതൊരു പക്ക കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രത്യേകതകളും ഈ സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റ്സുകൾ സെൽഫ് ടെർമിനേറ്റിംഗ്, അവരുടെ ഒരു നീഡ് കണ്ടതിന് ശേഷം, നീഡ് അത് എത്തിയതിനു ശേഷം, അല്ലാതെ അച്ചീവ് ചെയ്തതിനു ശേഷം സെൽഫ് ടെർമിനേറ്റ് ചെയ്യും. അപ്പൊ ഇതിനുള്ള ഒരു എളുപ്പത്തിൽ ഉദാഹരണം പറയാം. നമുക്ക് കുറച്ച് ഡ്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത ഒരു സംഭവം, നമുക്കൊരു സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടെ വെള്ളം വേണം. അപ്പൊ അവിടെ എന്താ പറയുക, ഗ്രൗണ്ട് വാട്ടർ വളരെ കുറവാണ്. അപ്പൊ അത്തരത്തിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കൃഷിയൊക്കെ നശിച്ചു പോകും കുറേ കാലങ്ങൾ. അവർക്ക് വെള്ളം കിട്ടാൻ യാതൊരു നിർവാഹമില്ല. അപ്പൊ അവരുടെ ഒരു MLA-നെ കണ്ടു. MLA അല്ലെങ്കിൽ അവരുടെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറോ ആരാണെങ്കിലും കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ട് കൃഷി ചെയ്യാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ കൊടുക്കാൻ തുടങ്ങി
പക്ഷെ നോ യൂസ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവർ തന്നെ ആ നാട്ടിലെ ആൾക്കാരെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരുമിച്ച് സോഷ്യൽ ആക്ഷൻ മൂവ്മെൻറ്റ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവിടെ ഒരു ചെക്ക് ഡാം നിർമ്മിക്കുന്നു. ഇവിടെ പോകുന്നത് പുഴയാണ്, ചെക്ക് ഡാം നിർമ്മിക്കുന്നു. എന്നിട്ട് ഇൻ ബിറ്റ്വീൻ അവർ അതുമായിട്ട് ബന്ധപ്പെട്ട കളക്ടറെ കാണും. കളക്ടർ അവർക്ക് ഫണ്ട് സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ചെക്ക് ഡാം നിർമ്മിച്ച് അവരൊരു പാർട്ട് ടൈം ജനവധി പോലുള്ള ഇതിലൂടെ അല്ല അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്തതിലൂടെ എല്ലാവരിലേക്കും വളർത്തും. അപ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, ഇത് ഒരുമിച്ച് വർക്ക് ചെയ്യും, ചെക്ക് ഡാം കിട്ടുന്നവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, ഇത് ഒരുമിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, ഇത് പരസ്പര സഹായം ഉണ്ടാകുന്ന ആക്റ്റീവ് കൊളാബറേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ അവരൊരു സ്ട്രോങ് സോഷ്യൽ ബേസ് ആയിട്ട് അവർ മാറുകയാണ്. പവർ ആയിട്ടുള്ള സ്ട്രോങ് സോഷ്യൽ ബേസ് ആയിട്ടുള്ള ഒരു ആളുകളായിട്ട് അവർ മാറുന്നു. അങ്ങനെ അവരവരുടെ ഗോൾ അച്ചീവ് ചെയ്യും. ഇതാണ് പോപ്പുലിസ്റ്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ കണ്ടു? ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ കണ്ടു, ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഷ്യൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ കണ്ടു, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ കണ്ടു, പോപ്പുലിസ്റ്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ കണ്ടു. അടുത്തത് ഗാന്ധിയൻ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ്. നമുക്കറിയാം ഗാന്ധിയൻ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനിൽ ഇറ്റ്സെൽഫ് സേ സംതിങ് റിലേറ്റഡ് ടു ഗാന്ധിയൻ ഐഡിയോളജി. അപ്പോൾ ഗാന്ധിയൻ ഐഡിയോളജിയിൽ എംഫസൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഗാന്ധിയൻ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള സ്പിരിച്വാലിറ്റിയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോൺ വയലൻസ് ആണ്. നോൺ വയലൻസ് ആസ് എ ക്രീഡ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് പ്യൂരിറ്റി ഇൻ മീൻസ് ആൻഡ് എൻഡ്സ്. അതായത് പ്യൂരിറ്റി എൻ്റെ പ്രവർത്തികളെല്ലാം ആദ്യം തൊട്ട് അവസാനമുള്ള പ്രവർത്തികളെല്ലാം പ്യൂരിറ്റി ഉണ്ടായിരിക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് അസ്റ്റേണിറ്റിയാണ്. അസ്റ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ലാളിത്യത്തിലൂടെയുള്ള ലാളിത്യം സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കും. അവസാനത്തെ മോറൽ റീ അർമാമെന്റ്സ്, അതായത് മോറലി ആൾക്കാരെ ശക്തിപ്പെടുത്തുക. ഇത്രയും കാര്യമാണ് ഈ ഗാന്ധിയൻ ഐഡിയോളജിയിൽ എംഫസൈസ് ചെയ്യുന്ന കാര്യം. അപ്പൊ അതില് ഇങ്ങനെ സോഷ്യൽ ആക്ഷൻ മൂവ്മെന്റിൽ ഇത് പ്രൊഡക്റ്റീവായിട്ട് മാറണമെങ്കിൽ ഇതിലൊരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള തിങ്കിങ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള തിങ്കിങ്ങിനോട് ഒപ്പം തന്നെ നല്ലൊരു മൊബിലൈസേഷൻ, ആൾക്കാരെ മൊബിലൈസ് ചെയ്യുന്നൊരു പ്രവൃത്തി ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ മൊബിലൈസ് ചെയ്ത ആൾക്കാരെ ഓർഗനൈസ് ചെയ്യുന്നൊരു പ്രവൃത്തി ഉണ്ടാവും. പിന്നെ ഇത് സോഷ്യൽ ആക്ഷനിലേക്ക് വരും. അപ്പൊ എന്തൊക്കെയാണ്? ആദ്യം ഇത് കൺസ്ട്രക്റ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന അങ്ങനെ ഒരു സോഷ്യൽ ആക്ഷൻ നേരിടാമെന്നുള്ളതിന്, അതിനുശേഷം ഒരു സോഷ്യൽ മൊബിലൈസേഷൻ നടക്കുന്നു. അപ്പൊ അതിനുശേഷം ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറിലേക്ക് അത് ഓർഗനൈസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ ഒരു സോഷ്യൽ ആക്ഷനിലേക്ക് നയിക്കുന്നു. ഈ ഗാന്ധിയൻ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനിലും ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആൾക്കാരുടെ സോഷ്യൽ ബേസ് ആണ്, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ആണ്. ഇതിൻ്റെ ഒരു പീപ്പിൾസ് പവർ, ഇതാണ് ഇതിൻ്റെ ഗാന്ധിയൻ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനിൽ ബേസ് ആയിട്ടുള്ള കാര്യം. ഇതിലും 3 സബ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് മിലിറ്റന്റ് നോൺ വയലന്റ് ട്രഡീഷൻ, രണ്ടാമത്തെ ജെന്റിൽ നോൺ വയലന്റ് ട്രഡീഷൻ, മൂന്നാമത്തത് സിറ്റിസൺഷിപ്പ് മോഡൽ ഓഫ് കൺസ്ട്രക്റ്റീവ് വർക്ക്. മിലിറ്റന്റ് നോൺ വയലന്റ് ട്രഡീഷൻ എന്ന് പറയുന്നത് അതിന്റെ ബേസ് തീർച്ചയായിട്ടും നോൺ വയലൻസ് തന്നെയാണ്. പക്ഷെ സോഷ്യൽ ആക്ഷന് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി ക്യാരക്ടർ സോഷ്യൽ ആക്ഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സോഷ്യൽ ആക്ഷൻ മുമ്പിലേക്ക് സോഷ്യൽ ആക്ഷൻ ഡിമാൻഡ് ചെയ്യുന്നതാണ്. ഒരു റെവല്യൂഷണറി സോഷ്യൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഓർ റെവല്യൂഷണറി ക്യാരക്ടർ സോഷ്യൽ ആക്ഷൻ ഉണ്ടാവും. ഇത് ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു പീസ്ഫുൾ ആയിട്ട് ഉള്ളൊരു കൺസ്ട്രക്റ്റീവ് വർക്ക് നടത്തുന്നതിനേക്കാൾ ഇത് ഗുണം ചെയ്യുക പവർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി പീപ്പിൾ ആണ്, അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ ടു ദി പീപ്പിൾ അലോങ് വിത്ത് എഡ്യൂക്കേഷൻ.
എന്നിട്ട് സോഷ്യൽ ആക്ഷനിലേക്ക് നയിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ചിക്കു മൂവ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. 1970 ഉണ്ടായിരുന്ന മൂവ്മെന്റാണ് ചിക്കു മൂവ്മെന്റ്. ഈ മിലിറ്റന്റ് നോൺ വയലന്റ് ട്രഡീഷനിൽ ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ചിക്കു മൂവ്മെന്റ്. ചിക്കു മൂവ്മെന്റ് ആണ് ഈ നോൺ വയലൻസിന്റെ ബേസിന് വേണ്ടി സോഷ്യൽ ആക്ഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ഏരിയയിലെ ഹിമാലയത്തിലെ ഡീഫോറസ്റ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ എക്കണോമിക്കൽ ലാഭത്തിന് വേണ്ടിയിട്ട്, വാണിജ്യ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു ഏരിയയിലെ കംപ്ലീറ്റ് ഏരിയയെ ഡിഫോറസ്റ്റേഷൻ നടത്തും. അപ്പൊ ഇതില് മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ആണുങ്ങൾ മാത്രമായിരുന്നില്ല ഇതിന് ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിലൊപ്പം സ്ത്രീകളും ഉണ്ടായിരുന്നു. കാരണം അവരായിരുന്നു ഈ ഡിഫോറസ്റ്റേഷൻ നടത്തുന്നതിലൂടെ അവർക്ക് ഫയർവുഡ് കിട്ടാണ്ടിരിക്കുന്നു, അവരുടെ വെള്ളത്തിന് ലഭ്യത കുറയുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങൾ നേരിട്ട് അതിനെ അഫക്ട് ചെയ്ത് സ്ത്രീകൾക്കായിരുന്നു. സ്ത്രീകളും ഈ ചിക്കു മൂവ്മെന്റിന് വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ചിക്കു മൂവ്മെന്റ് ആണ് എന്താ പറയുക, എൻവയോൺമെന്റൽ കൺസർവേഷന് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ചിക്കു മൂവ്മെന്റ്. അതിനുശേഷം റാഡിക്കലായിട്ടുള്ളൊരു ചേഞ്ച് നമ്മുടെ ലോകരാജ്യങ്ങളിൽ തന്നെ ഡെവലപ്മെന്റ് കൺസെപ്റ്റിലുണ്ടായി. അതിനുശേഷം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ പ്രവർത്തനങ്ങൾ വളരെയധികം ഉണ്ടായി. ചിക്കു മൂവ്മെന്റ് ഈ മിലിറ്റന്റ് നോൺ വയലന്റ് ട്രഡീഷനിൽ ഉത്തമ ഉദാഹരണമാണ്. രണ്ടാമത്തെ ഗാന്ധിയൻ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് ജെന്റിൽ നോൺ വയലന്റ് ട്രഡീഷൻ. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, ഭൂതാൻ മൂവ്മെന്റ് കേട്ടിട്ടുണ്ട് അല്ലെ? തെലങ്കാനയിലെ ഭൂതാൻ മൂവ്മെന്റ് കേട്ടിട്ടുണ്ട്. വിനോബ ഭാവെ ഇനീഷ്യേറ്റ് ചെയ്ത ഭൂതാൻ മൂവ്മെന്റ്. അദ്ദേഹം ആ സ്ഥലത്ത് ചെല്ലുന്നു, ഭൂതാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുന്നു, അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കുന്നു. അവിടുത്തെ ജന്മികളുടെ ആയിട്ടുള്ള ആൾക്കാരെടുത്ത് പോയി അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ. അപ്പോൾ അവരെ അവിടെ സംസാരിച്ചതിന് ശേഷം സത്യാഗ്രഹം ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സത്യാഗ്രഹത്തിൽ അതിൻ്റെ ഫലമായിട്ട് കുറെ ജന്മിമാരും അവരുടെ സ്ഥലം ഇവരുടെ അടിമകൾക്ക് വിട്ടു നൽകാൻ തയ്യാറാവുന്നു. അവർക്ക് അവിടെ കൃഷി ചെയ്ത് അതിൻ്റെ ഈൽഡ് അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തികം ഉറപ്പെടുക്കുക. ഈ ഒരു രീതിയാണ് ജെന്റിൽ നോൺ വയലന്റ് ട്രഡീഷനിൽ നമുക്ക് എക്സാമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നത്. നമുക്ക് ഈ കൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഭൂതാൻ മൂവ്മെന്റ് ആണ്. അടുത്തത് ലാസ്റ്റ് ഒരു സോഷ്യൽ ആക്ഷൻ മോഡൽ, ഗാന്ധിയൻ സോഷ്യൽ ആക്ഷൻ മോഡലിൽ ഉള്ളത് സിറ്റിസൺഷിപ്പ് മോഡൽ ഓഫ് കൺസ്ട്രക്റ്റീവ് വർക്ക്. അതായത് കൺസ്ട്രക്റ്റീവ് വർക്കിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൺസ്ട്രക്റ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ അവർ റിയലൈസ് ചെയ്യും. ഒരിക്കലും ഒരു നോൺ വയലന്റ് മെത്തേഡ് ഇവിടെ ഉപയോഗിക്കുന്നില്ല. സാധാരണ ഇതിൽ കാണുന്നതിനുള്ള ബോയ്ക്കോട്ട്, അതുപോലെ തന്നെയുള്ള ധർണ, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിലേക്ക് ഇത് വരുന്നില്ല, ഒരു ആക്ഷനിലേക്ക് വരുന്നില്ല. ഇവിടെ സോഷ്യൽ ആക്ഷൻ നടക്കുന്ന ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തതിലൂടെ. അങ്ങനെ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഗ്രാജുവലി അവർക്ക് അവരുടെ ഇടയിൽ റീഫോർമേഷൻ അല്ലെങ്കിൽ സോഷ്യൽ റീഫോം ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു മോഡലിന്റെ ഏറ്റവും വലിയ ഒരു എംഫസിസ് ചെയ്യുന്ന കാര്യം. ഈ മോഡൽ എംഫസിസ് ചെയ്യുന്ന വേറൊരു രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒരു റോൾ മോഡൽ, ഒരു എന്താ പറയുക, സൊസൈറ്റി റോൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കൺസെൻസസ് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് മ്യൂച്വൽ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിലൂടെ, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിലൂടെ, ആൾക്കാരുടെ സോഷ്യൽ ആക്ഷൻ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെ ഇത് രണ്ടും ഈ എഗ്രിമെന്റ് വെക്കുന്നു, അതുപോലെ റോൾ മോഡൽ ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ ആക്ഷൻ അവിടെ സംഭവിക്കുന്നുള്ളതാണ് ഈ സിറ്റിസൺഷിപ്പ് മോഡൽ ഓഫ് കൺസ്ട്രക്റ്റീവ് വർക്ക് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഗാന്ധിയൻ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷനിൽ ഉള്ളത്. ഈ ഗാന്ധിയൻ ഐഡിയോളജി എംഫസൈസ് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, പീപ്പിൾ ഒരിക്കലും ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഗവൺമെന്റ് എപ്പോഴും ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യണം. അതാണ് ഗാന്ധിയൻ ഐഡിയോളജി ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം.
അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവർ തന്നെയാണ് കാരണം. അപ്പൊ അതുകൊണ്ട് അവർക്ക് സോഷ്യൽ പവർ അവർ ഗെയിൻ ചെയ്തെടുക്കണം. അങ്ങനെ മാത്രമാണ് സോഷ്യൽ പവർ ഉള്ള ഒരു ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് വേറൊരു ഗ്രൂപ്പിൽ ചെലുത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേറെ ഏത് ഗ്രൂപ്പാണ് ഇവരെ ഒപ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരെ മിസ്യൂസ് ചെയ്യുന്നത്, ആ മിസ്യൂസിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുള്ളൂ ബൈ പവറിംഗ് ദ സോഷ്യൽ പവർ, എംപവറിംഗ് ദ സോഷ്യൽ, എംപവറിംഗ് ദ സൊസൈറ്റി. ഈ 3 സോഷ്യൽ ആക്ഷൻ, ഗാന്ധിയൻ മോഡൽ സോഷ്യൽ ആക്ഷനിലും അവസാനത്തെ 2 അത് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ആസ്പെക്റ്റിനെ ഡീൽ ചെയ്യുന്നത്. നമ്മൾ ആദ്യം കണ്ട മിലിറ്റന്റ് നോൺ വയലന്റ് മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ അത് ഡീൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റും ഈ നോൺ വയലന്റ് ട്രഡീഷണൽ മോഡലിനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഗാന്ധിയൻ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ ഇങ്ങനെ നമുക്ക് ചുരുക്കി പറയാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എസൻസ് എന്ന് പറയുന്നത് പീപ്പിൾ ഈസ് ദ ബേസ്. മനുഷ്യരാണ് ഈ ഗാന്ധിയൻ ഐഡിയോളജിയിൽ ബേസ് എന്ന് പറയുന്നത്. അതുപോലെ കൺസ്ട്രക്റ്റീവ് വർക്കാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ കോർ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിയൻ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ ഓഫ് സോഷ്യൽ ആക്ഷൻ, ബ്രിട്ടോ നമുക്ക് നൽകിയിട്ടുള്ള സോഷ്യൽ ആക്ഷൻ നമ്മൾ കണ്ടു. ഇത്രയാണ് മോഡൽസ് ഓഫ് സോഷ്യൽ ആക്ഷനിൽ നമ്മൾ ഈ സെമസ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്.